പ്രിയമുള്ളവരെ, ഇന്നത്തെ തിയോളജി ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം സഭാവിജ്ഞാനീയത്തിലെ ദൈവരാജ്യ സങ്കല്പത്തെക്കുറിച്ചാണ് പഠിക്കുക. ദൈവരാജ്യവും സഭയും തമ്മിലുള്ള ബന്ധമെന്താണ്? ഇതാണ് നമ്മുടെ പഠന വിഷയം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി, ഈ ഇതര മതങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. ആഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നൊരു ചിന്തയുണ്ട്, സഭയ്ക്ക് വെളിയിലുള്ളത് പിശാച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈ സഭയുടെ ഭാഗമാകാനുള്ളവർ. അതായത് നമ്മൾ പെട്ടെന്ന് സഭ എന്ന് പറയുമ്പോഴേക്കും വിചാരിക്കും മാമോദീസ സ്വീകരിച്ചവരുടെ കൂട്ടായ്മയാണ്. അതാണ് തീർച്ചയായും ദൃശ്യസഭ, അതാണ്. എന്നാൽ ഈ സഭയാകുന്ന സത്യം ലക്ഷ്യം വയ്ക്കുന്നത് സഭയേക്കാളും വലിയൊരു യാഥാർത്ഥ്യത്തെയാണ്, അത് ദൈവരാജ്യത്തെയാണ്. ഈ ദൈവരാജ്യത്തിലേക്ക്, ദൈവരാജ്യവും സഭയും തമ്മിൽ രണ്ട് വിരുദ്ധ ശക്തികളാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ ചില ഇന്ത്യൻ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ ദൈവരാജ്യമാണ് പ്രധാനം, സഭ അപ്രധാനമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ഇതെല്ലാം അപകടകരമായ സമീപനങ്ങളാണ്. ദൈവരാജ്യം പ്രധാനമായിരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സഭയും. കാരണം എന്താണ്? ഈ സഭ എന്തായിരിക്കുന്നുവോ അതിലേക്ക് സർവരെയും എത്തിക്കുക എന്നുള്ളതാണ് ദൈവരാജ്യ സ്ഥാപനത്തിലൂടെ സഭ ലക്ഷ്യമാക്കുക. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ വലിയ ഐക്യത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ബന്ധത്തിലേക്ക് മനുഷ്യകുലത്തെ മുഴുവനും എത്തിക്കുക, ആ അവസ്ഥയാണ് ദൈവരാജ്യം. അതുകൊണ്ട് സഭ അപ്രസക്തമാണ്, ദൈവരാജ്യമാണ് പ്രസക്തം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മ ആനന്ദവുമാണ്. അതുകൊണ്ട് നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. ലോകത്തിൽ ശരിയായ കാര്യങ്ങൾ, നന്മയായത്, നീതിപൂർവമായത്, ഐശ്വര്യപൂർണമായത് സംഭവിക്കാൻ വേണ്ടി ഉള്ള എല്ലാ അധ്വാനവുമാണ് ദൈവരാജ്യ പ്രവൃത്തി എന്ന് വാദിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്. ഈ കാലഘട്ടത്തിൽ അത്തരക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുമുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്ന നീതിയും സമാധാനവും ഒക്കെ ആയതുകൊണ്ട് എവിടെ അനീതിയുണ്ടോ അതിനെതിരായി ശബ്ദിക്കുമ്പോൾ നാം ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്നു. എവിടെ അസമാധാനമുണ്ടോ അതിനെതിരായി നാം പ്രവർത്തിക്കുമ്പോൾ നാം ദൈവരാജ്യം സൃഷ്ടിക്കുകയാണ്. അതിന് മാമോദീസായോ കൂദാശകളോ സഭയോ ഒന്നും ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ചിന്താഗതിക്കാരുണ്ട്. ഒരു കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ച വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ഊടും ഭാവുമായി നിന്നത് ഇത്തരത്തിലുള്ള ചില ദൈവരാജ്യ ചിന്തകളായിരുന്നു. എന്നാൽ തിരുസഭ അത്തരം നിലപാടുകളെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യൻ്റെ തിന്മ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ദൈവരാജ്യത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്. ആ സാത്താനോട് ചേർന്ന് മനുഷ്യൻ തിന്മ പ്രവർത്തിക്കുന്നതാണ് ദൈവരാജ്യത്തിന് തടസ്സം. ആ തിന്മ പ്രവർത്തിക്കണമെന്നത് മനുഷ്യ വ്യക്തികളാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ആദ്യം വേണ്ടത് ഓരോ വ്യക്തിയും മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുക എന്നുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവനെതിരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നു ചൊല്ലണം എന്നതാണ് സഭയുടെ നിലപാട്. അനീതിക്കെതിരായി നിലപാട് വേണ്ട എന്നല്ല, അഴിമതിക്കെതിരായി ശബ്ദിക്കാൻ സഭയ്ക്ക് കഴിയണം. സഭയുടെ സ്ഥാപനങ്ങളിൽ തിന്മയോ അഴിമതിയോ അനീതിയോ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ തന്നെയാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ മാനസാന്തരത്തിൽ നിന്നാണ് ദൈവരാജ്യത്തിൻ്റെ തുടക്കം. എൻ്റെ ദൈവരാജ്യം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുന്നത്, ഞാൻ വ്യക്തിപരമായി പാപത്തെ ഉപേക്ഷിക്കുകയും ദൈവപുത്രനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാൻ സന്നദ്ധനാവുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയാണ്,
നീതിയാണ്, സമത്വമാണ്, സമത്വ സുന്ദരമായ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ്, തൊഴിലാളി വർഗ സർവാധിപത്യമാണ് എന്നൊക്കെ വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ബൈബിളിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥിതിയല്ല, അതൊരു വ്യക്തിയാണ്. എന്താണ് ദൈവരാജ്യം എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പുതിയ നിയമത്തിലെ ദൈവരാജ്യ സങ്കല്പത്തെ സംഗ്രഹിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ദൈവരാജ്യം എന്ന് പറയുന്നത് ഈശോ മിശിഹ തന്നെ. ദൈവരാജ്യം ഈശോ മിശിഹ. കാരണം അവിടുന്ന് തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ അവിടുന്ന് മനുഷ്യകുലത്തിലേക്ക് രക്ഷയുടെ സന്ദേശവുമായി വരുമ്പോൾ പറഞ്ഞതെന്താ? മാനസാന്തരപ്പെടുവിൻ, ഇതാ ദൈവരാജ്യം സമീപിക്കുന്നു. ദൈവരാജ്യം സമീപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ സമീപിക്കുന്ന ഈശോ മിശിഹായ. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി യേശുവിലായിരിക്കുക എന്നാണ് അർത്ഥം. ദൈവരാജ്യത്തിൻ്റെ ഈ ഒരു അടിസ്ഥാനമാനം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് യേശുവിൻ്റെ തുടർച്ചയായ സഭയെ, യേശുവിൻ്റെ കൃപാവരം നമുക്ക് ലഭിക്കുന്ന കൂദാശകൾ, അവയെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി, സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം വ്യക്തികൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അത് അബദ്ധമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ ചില സന്യാസ സഭകൾക്ക് തന്നെ അത്തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, നമ്മൾ നാളിതുവരെയും പ്രാർത്ഥനയും കുംഭസാരവും കുർബാനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആവൃത്തികൾക്കുള്ളിൽ കഴിഞ്ഞു, നമുക്ക് ഇനിമേൽ അതൊക്കെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയി ജനങ്ങളോടൊത്ത് ജീവിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, അങ്ങനെ വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സന്യാസ സമൂഹങ്ങളുണ്ട്, വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരുണ്ട്. വാസ്തവത്തിൽ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ദൈവരാജ്യം. അതായത് യേശുവിലായിരിക്കുക, അതിനുശേഷം യേശുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക. ദൈവരാജ്യം എന്ന് പറയുന്നത് കേവലം കുറേ മൂല്യങ്ങളല്ല, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ലിബറേഷൻ തിയോളജിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങളും നിങ്ങളും ഒരുപോലെ സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്നവരാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ഡയലോഗുകളിൽ, സംവാദങ്ങളിൽ അവർ പലപ്പോഴും ഉന്നയിക്കാറുള്ളതാണ്. ശരിയാണ്. പക്ഷേ സുഹൃത്തെ, അത് പകുതി വശം മാത്രമേ ആയുള്ളൂ. ബാക്കി ഒരു വലിയ വശമുണ്ട്. ദൈവരാജ്യം എന്നത് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനാണ്. ആ പുത്രനോടൊത്തായിരിക്കുന്നതാണ് ദൈവരാജ്യം. ആ പുത്രനോടൊത്തായിരിക്കുന്നവർ ആ പുത്രൻ്റെ ജീവിതത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെ സമൂഹത്തിൽ ദൃശ്യമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു. അതാണ് ക്രൈസ്തവൻ്റെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്ന് അത് വ്യത്യസ്തമാണ്. ഒരുവൻ യേശുവിൽ തന്നെ രൂഢമൂലമാക്കി കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി ഉണരുന്ന സുവിശേഷ പ്രതിബദ്ധതയാണ് അവനെ സമൂഹ പ്രതിബദ്ധതയോട് ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കും. മദർ തെരേസ ഏറ്റവും നല്ല ഉദാഹരണമാണ്. മദർ തെരേസായെക്കുറിച്ച് ആക്ഷേപകരമായ കാര്യങ്ങൾ എഴുതാൻ വന്ന മാൽക്കം മാഡ്രിഡ്ജിൻ്റെ വിവരണം നമുക്ക് പരിചിതമാണ്. മദർ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നതിൻ്റെ കരുതലും സ്നേഹവും കാരുണ്യവും കണ്ട് മദറിനെതിരെ എഴുതാൻ വന്ന മാൽക്കം മാഡ്രിഡ്ജ് BBC ലേഖകൻ അവസാനം മദറിനെ കുറിച്ച് എഴുതി, മദർ തെരേസ ദി ഏഞ്ചൽ ഓഫ് മേഴ്സി, കാരുണ്യത്തിൻ്റെ മാലാഖ. മദറിനോട് അദ്ദേഹം പറഞ്ഞു, മദറെ, $10,000 തരാമെന്ന് പറഞ്ഞാലും ഒരു കുഷ്ഠരോഗിയെ ഇങ്ങനെ സ്നേഹത്തോടെ പരിചരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. മദർ തെരേസ പറഞ്ഞു, ശരിയാ, $1,00,000 തരാമെന്ന് പറഞ്ഞാലും ഞാനും ഒരു കുഷ്ഠരോഗിയെ ശുശ്രൂഷിക്കുകയല്ല എന്ന് പറഞ്ഞു. പിന്നെ മദർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അത് ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൽ ഞാൻ ജീവിക്കുന്നു, അതുകൊണ്ട് വേദനിക്കുന്ന മനുഷ്യനെ ഞാൻ യേശുവിനെ കാണുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ
അൾത്താരയിൽ ഭക്ത്യാദരങ്ങളോട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ടാണ് ആ ഈശോയുടെ തിരുശരീരമായി എനിക്ക് ഈ കുഷ്ഠരോഗിയെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, സഭ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു വശം മാത്രം കണ്ടാൽ നമ്മളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ വ്യത്യാസമില്ലെന്നാകും, അല്ലെങ്കിൽ നമ്മളും മറ്റേതൊരു സാമൂഹിക പ്രവർത്തനങ്ങളും തമ്മിൽ വ്യത്യാസമില്ലെന്നാകും. നമ്മുടെ അടിസ്ഥാനപരമായ ഈ വ്യത്യാസം, ദൈവരാജ്യം എന്ന് പറയുന്നത് കേവലം കുറച്ച് മൂല്യങ്ങൾ മാത്രമല്ല, അതൊരു വ്യക്തിയാണ്, യേശു ക്രിസ്തുവാണ്. ആ യേശുവിലായിരിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിക്കും. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി നാം നമ്മെ തന്നെ സമർപ്പിക്കുക എന്നാണ് ആത്യന്തികമായി അർത്ഥമാക്കുക. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയുക? ഒന്നാമതായി നാം മനസ്സിലാക്കി, അത് യേശുവിൽ വിശ്വസിച്ച് അവിടുന്ന് നേടിത്തന്ന വരപ്രസാദം കൂദാശകളിലൂടെ സ്വീകരിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു വ്യക്തി ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി. തുടർന്ന് ആ ചൈതന്യത്തിൽ, ആ കൃപയിൽ ഒരു വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങി അപരനിൽ യേശുവിനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കും. ഒരു പ്രതിഫലവും മോഹിച്ചല്ല, നിത്യമായും യേശുവിനോടൊത്ത് വസിക്കാൻ എനിക്ക് അവിടുന്ന് കൃപ തരും എന്ന ബോധ്യത്തെ പ്രതി. രാഷ്ട്രീയക്കാർ പാവങ്ങളോട് തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ കാണിക്കുന്ന ഔദാര്യവും സ്നേഹവും പോലെ അല്ല നമ്മുടെ സാമൂഹിക പ്രവർത്തനം. നാം ഈ സാമൂഹിക പ്രവർത്തനത്തിലൂടെ യാതൊന്നും പ്രതിഫലം പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാണ്. യേശുവിനോടൊത്തായിരിക്കുന്ന എനിക്ക് നിത്യവും യേശുവിനോടൊത്ത് നിത്യജീവിതത്തിലായിരിക്കാൻ യേശുവിൻ്റെ പ്രതിരൂപങ്ങളായ അനാഥരെ, വിധവകളെ, കുഷ്ഠരോഗികളെ, തളർവാദക്കാരെ ഞാൻ ശുശ്രൂഷിക്കും. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ശരിയായ ദിശാ സൂചിക എന്ന് തിരിച്ചറിയും. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത് സഭയ്ക്ക് വിരുദ്ധമല്ല, സഭയിൽ നിന്ന് വേറിട്ട ഒരു സത്യമല്ല. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി നാം തിരിച്ചറിയേണ്ട വസ്തുതയാണ്. പലരും ഈ ദൈവരാജ്യത്തെ യേശുവിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടി ചില ഭാരതീയരായ ദൈവശാസ്ത്രജ്ഞന്മാർ ഉന്നയിക്കുന്ന വാദമുഖങ്ങളുണ്ട്. അല്ലെങ്കിൽ പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാരിൽ പോൾ നിറ്റർ, ജോൺ ഹിക്ക് തുടങ്ങിയ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, സഭയുമായിട്ട് ബന്ധമുള്ളത് മനുഷ്യാവതാരം ചെയ്ത വചനത്തിനാണ്. എന്നാൽ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് മനുഷ്യാവതാരത്തിന് മുൻപേ എല്ലാ സൃഷ്ടിയുടെയും കാരണമായിരുന്ന ആദിവചനമുണ്ട്, ഒരു കോസ്മിക് വേർഡുണ്ട്. ആ ഒരു പ്രാപഞ്ചിക വചനമാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യാവതാരം ചെയ്തത്. മനുഷ്യാവതാരം ചെയ്ത വചനമാണ് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുക. എന്നാൽ പ്രാപഞ്ചിക വചനമായി സർവ്വതിൻ്റെയും അടിസ്ഥാനമായി നിന്ന ആ വചനം, ആദിവചനം, അത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സഭയിലോ മനുഷ്യാവതാരം ചെയ്ത ഈശോയിലോ വിശ്വസിക്കാതെ തന്നെ ഒരുവന് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാൻ പറ്റും എന്ന വാദഗതികൾ ഉന്നയിക്കുന്നവരുണ്ട്. പ്രത്യക്ഷത്തിൽ ആകർഷണീയമെന്ന് തോന്നിയാലും നാം തിരിച്ചറിയണം, ഡോമിനൂസ് യേസൂസ് എന്ന പ്രമാണരേഖയിലെ ബെനഡിക്റ്റ് മാർപ്പാപ്പ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, അനാദിയിലുണ്ടായിരുന്ന അതേ വചനം തന്നെയാണ് മനുഷ്യാവതാരം ചെയ്തത്. അതേ വചനം തന്നെയാണ് ഉത്ഥാനത്തിലൂടെ തൻ്റെ സാർവ ലൗകിക മഹത്വത്തിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് മനുഷ്യാവതാരം ചെയ്ത ഈശോ ഒന്ന്, മനുഷ്യാവതാരത്തിന് മുമ്പുണ്ടായിരുന്ന വേറൊരു പുത്രൻ തമ്പുരാൻ എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ദൈവരാജ്യവും സഭയും രണ്ടാണ് എന്ന ചിന്ത ശക്തിപ്പെടുക. എന്നാൽ ഇവ രണ്ടും ഒന്നു തന്നെ എന്ന യാഥാർത്ഥ്യത്തെ നാം ശരിയാം വിധത്തിൽ സ്വീകരിക്കണം.
ദൈവരാജ്യം എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചാൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. എവിടെ വന്നു? യേശുവിൽ വന്നു. മനുഷ്യാവതാരം ചെയ്ത യേശുവിൽ ദൈവത്തിൻ്റെ രാജ്യം സമാഗതമാണ്. എന്നാൽ ഈ ദൈവരാജ്യം പൂർത്തീകരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവരാജ്യം പൂർത്തീകരിക്കപ്പെടുന്നത് യേശുവിൻ്റെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനത്തിലാണ്. ആ രണ്ടാം വരവ് വരെയും വാസ്തവത്തിൽ ദൈവരാജ്യം എന്ത് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സഭയെ തന്നെ. അതായത് ഈശോയുടെ മഹത്വമേറിയ രണ്ടാം വരവിനും അവിടുത്തെ മനുഷ്യാവതാരത്തിനും ഇടയിലുള്ള സമയത്തെ ദൈവരാജ്യത്തിൻ്റെ രൂപം ഏത് എന്ന് ചോദിച്ചാൽ സഭ തന്നെ. ഈശോയുടെ രണ്ടാം വരവിൽ നാം ഇതര മതസ്ഥരുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ആ കൃപാവരം, കുരിശിലെ കൃപാവരം ദൈവം അവർക്ക് സംലഭ്യമാക്കുന്നതിലൂടെ അവരും ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാം. അതുകൊണ്ട് ദൈവരാജ്യം ആരംഭിച്ചു കഴിഞ്ഞു, എന്നാൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയിരുന്നു, ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ്. അതായത് ദൈവരാജ്യം ആരംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി, പക്ഷേ ദൈവരാജ്യം അതിൻ്റെ സർവ്വ അർത്ഥത്തിലും പൂർത്തീകരിക്കപ്പെടുന്നത് മിശിഹായുടെ രണ്ടാം വരവിലാണ്. അതുകൊണ്ടാണ് നോട്ട് യെറ്റ് എന്ന് പറയുന്നത്. യെസ്, ആരംഭിച്ചു കഴിഞ്ഞു, എന്നാൽ ഇനിയും ശേഷിക്കുന്നു എന്നർത്ഥം ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ പൊരുളിതാണ്. ഓൾറെഡി എന്ന് പറയുന്നത് യേശുവിൻ്റെ വരവും അവിടുത്തെ തുടർച്ചയായ സഭയെയും മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പറയാം ദൈവരാജ്യം വന്നു കഴിഞ്ഞു. എന്നാൽ ഈ ദൈവരാജ്യം അതിൻ്റെ സാഫല്യത്തിലെത്തുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിൽ. അന്ന് ചെമ്മരിയാടുകൾ കോലാടുകളിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നത് പോലെ, കളകൾ വിളയിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നത് പോലെ, കളകളുടെ ഉപമയിൽ ഈശോ പറഞ്ഞതാണ്, ലോകാവസാനം വരെ കളയും വിളയും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലം വരുമ്പോൾ, അതായത് അന്ത്യവിധിയുടെ സമയം വരുമ്പോൾ, നല്ല കറ്റകൾ ശേഖരിക്കപ്പെടും അറപ്പുരയിലേക്ക്. എന്നാൽ കളകളോ കെട്ടുകളാക്കി തീയിലേക്ക് എറിയപ്പെടും. അതായത് ദൈവരാജ്യം, ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവരാജ്യമായി തീരുന്നു എന്നല്ല വചനം പറയുക. മറിച്ച് തിന്മയായതിനെ, ദൈവഹിതത്തിന് വിരുദ്ധമായി ജീവിച്ചതിനെ ദൈവം നിത്യശിക്ഷയ്ക്ക് വേണ്ടി ഒഴിവാക്കി കഴിയുമ്പോൾ ശേഷിക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണ്ണത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യവും സഭയും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തെ നമ്മൾ ശരിയാം വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവരാജ്യത്തിന് സംഭവിച്ചു കഴിഞ്ഞൊരു മാനമുണ്ട്, വരാനിരിക്കുന്ന ഒരു മാനമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അപ്പോഴാണ് ഈ സഭ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകയാണ് എന്ന് പറയുന്നതിൻ്റെ പൊരുള് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ് എന്ന് നാം മനസ്സിലാക്കി. ദൈവരാജ്യം ഈശോ മിശിഹായാണ് എങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈശോ എന്ന വ്യക്തി എപ്രകാരം തൻ്റെ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തെ സാക്ഷാത്കരിച്ചോ അതുപോലെ ജീവിക്കുമ്പോഴാണ് നാമും ദൈവരാജ്യത്തെ സാക്ഷാത്കരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈശോ ദൈവരാജ്യത്തെ സാക്ഷാത്കരിച്ചത് എങ്ങനെയാണ്? തൻ്റെ ജീവിതത്തെ പരാജയപ്പെടാൻ അനുവദിച്ചുകൊണ്ട്, മറ്റുള്ളവരെ വിജയിക്കാൻ അനുവദിച്ചുകൊണ്ട്. ലോകദൃഷ്ടിയാ നോക്കിയാൽ ഏറ്റവും വലിയ പരാജയമായിരുന്നു ദൈവപുത്രൻ്റെ കുരിശിലെ മരണം. ആ പരാജയത്തിലൂടെയാണ് വിജയം, സഹനത്തിലൂടെയാണ് സന്തോഷത്തിലേക്ക് വരിക. ആത്മപരിത്യാഗമാണ് രക്ഷയുടെ മാർഗം. ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ മർമ്മമെന്ന് പറയും. ദൈവരാജ്യത്തിന് വേണ്ടി നാം അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ തോക്കിൻകുഴലിൽ അല്ലെങ്കിൽ മതമർദ്ദകരുടെ കത്തിമുനകളിൽ വിശ്വാസി ചിലപ്പോൾ പിടഞ്ഞു മരിക്കേണ്ടി വരും.
ന്യായമായി നമുക്ക് സങ്കടവും വേദനയും തോന്നും. ദൈവമേ, അങ്ങ് എന്തുകൊണ്ടാണ് ഇടപെടാത്തത് എന്ന് തോന്നലുണ്ടാകും. പക്ഷേ എന്താണ് വചനം പറഞ്ഞു തരിക? ഈ കുരിശിൽ ക്രിസ്തു എന്നതുപോലെ ഈ നിഷ്കളങ്കരായ മനുഷ്യര് അരുങ്കൊല ചെയ്യപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വിത്ത് പാകപ്പെടുകയാണ്. അവരെ അടിച്ചു തോപ്പിച്ചു കഴിഞ്ഞാൽ, ഇതര ക്രൈസ്തവ രാഷ്ട്രങ്ങളെല്ലാം കൂടി സംഘടിച്ച് IS തീവ്രവാദികളെ അടിച്ചു തോപ്പിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നില്ല എന്നതാ സത്യം. ക്രിസ്തു കുരിശിൽ എപ്രകാരം പരാജിതനായി ഹെറോദേസിൻ്റെയും കയ്യാഫാസിൻ്റെയും പീലാത്തോസിൻ്റെയും റോമൻ സൈന്യത്തിൻ്റെയും മുമ്പിൽ എത്രമേൽ അപമാനിതനായി പരിത്യക്തനായി മരിച്ചുവോ, സമാനമായ ഒരു ജീവിത ശൈലിയാണ് ദൈവരാജ്യം എന്ന് പറയുക. സഭ എക്കാലവും വളർന്നത് ഈ ഒരു വഴിയിലൂടെയാണ് എന്നത് മറക്കരുത്. സൂര്യൻ അസ്തമിക്കാത്ത റോമാ സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ സഭ പൊരുതി നേടുകയല്ല ചെയ്തത്, സഹിച്ച് വിജയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യത്തിൻ്റെ മാർഗം അക്രമത്തിൻ്റേതല്ല, രക്തരൂക്ഷിത വിപ്ലവത്തിൻ്റേതല്ല. ലിബറേഷൻ തിയോളജിക്കാർ പറഞ്ഞു, അടിച്ചമർത്തപ്പെടുന്നവൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുന്നവൻ്റെ കരണത്തടിക്കുക എന്നുകൂടി അതിനർത്ഥമുണ്ടോ എന്ന്. അത് സുവിശേഷമല്ല. അടിച്ചമർത്തുന്നവൻ്റെ കരണത്തടിച്ച് അവനെ വീഴിക്കുക, അത് രക്തരൂക്ഷിത വിപ്ലവം, അത് അക്രമമാർഗമാണ്. ആ അക്രമമാർഗമല്ല ദൈവരാജ്യത്തിൻ്റെ മാർഗം. തൊഴിലാളി വർഗ സർവാധിപത്യം കൊണ്ടുവരാൻ രക്തരൂക്ഷിത വിപ്ലവമുണ്ട്. ബൂർഷ്വാകളുടെ രക്തം ചിന്തുമ്പോഴാണ് തൊഴിലാളി വർഗ സർവാധിപത്യം വരുന്നത് എന്ന് മാർക്സ് പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, നീ സ്വന്തം രക്തം ഭൂമിയിൽ വീഴ്ത്താൻ തയ്യാറാകുമ്പോൾ സമത്വസുന്ദരമായ പറുദീസ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നു. ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ ഈ ഒരു അനന്യത, മറ്റെവിടെയും കാണാത്ത ഒരു ദൈവരാജ്യ സ്ഥാപന മാർഗം വാസ്തവത്തിൽ ഈ സുവിശേഷം പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും മനസ്സിലാക്കും. അവസാനമായി ദൈവരാജ്യ ശുശ്രൂഷ സഭ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ സമഗ്ര വിമോചനം, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. ആരോഗ്യമില്ലാതെ രോഗികളായി തീർന്ന മനുഷ്യരെ ശുശ്രൂഷിക്കാൻ ആതുരാലയങ്ങൾ തുടങ്ങുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. വഴിയില്ലാത്ത നാട്ടിലേക്ക് വഴിവെട്ടാൻ ഈ നാട്ടിൽ അച്ഛന്മാരും സഭയും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പാലമില്ലാത്തിടത്ത് പാലം പണിതപ്പോൾ ഈ പള്ളിയിലച്ഛൻ എന്തിനാ ഇവിടെയൊക്കെ കാര്യമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവയെല്ലാം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാണ്. അരിയും തുണിയുമില്ലാത്ത മനുഷ്യന് വിദേശത്ത് നിന്ന് മെയ്സ് പൊടിയും ഗോതമ്പും എണ്ണയും കൊണ്ടുവന്ന് വിതരണം ചെയ്യുമ്പോൾ അത് ഏതോ മതപരിവർത്തനത്തിന് വേണ്ടി ക്രിസ്ത്യാനികൾ ചെയ്യുന്നതാണ് എന്നാരോപിക്കുന്നതിൽ അർത്ഥമില്ല. മതപരിവർത്തനമല്ല. ഈ എണ്ണയും ഈ മെയ്സ് പൊടിയും ഗോതമ്പും അരിയും കൊണ്ടുവന്ന് വിതരണം ചെയ്ത് ഈ നാട്ടിലെ മനുഷ്യൻ്റെ പട്ടിണി മാറ്റിയപ്പോൾ അവൻ മതം മാറണം എന്ന് സഭ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? അവനെ അപ്രകാരം ശുശ്രൂഷിക്കുമ്പോൾ, വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റുമ്പോൾ, പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണി മാറ്റുമ്പോൾ, നഗ്നനായവന് ഉടുപ്പെത്തിച്ചു കൊടുക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപനം ഈ ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ തിരുസഭ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരിക. അതുകൊണ്ടാണ് പലപ്പോഴും വർഗീയ ശക്തികൾ സഭയ്ക്കെതിരായ ആരോപണം ഉന്നയിക്കുക. സഭ ഈ പ്രേക്ഷിത വേലയെന്നും പറഞ്ഞുകൊണ്ട് പോയി സ്കൂൾ തുടങ്ങുന്നത്, പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നത്, നോർത്ത് ഇന്ത്യയിലെ ആരാരുമില്ലാത്ത ഗ്രാമങ്ങളിൽ പോയി മനുഷ്യരാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടി മാത്രമാണ്. സുഹൃത്തെ, മതപരിവർത്തനമല്ല, ദൈവരാജ്യ സ്ഥാപനമാണ് സഭയുടെ ലക്ഷ്യം. ഈ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ സഭ അതിൻ്റെ ലക്ഷ്യം നേടുന്നത്
വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്ത്, വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യാഭ്യാസം കൊടുത്ത്, മനുഷ്യോചിതമായ മഹത്വത്തിൽ ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടവനെ മനുഷ്യനായി വളരാനുള്ള സാഹചര്യമൊരുക്കുമ്പോൾ വാസ്തവത്തിൽ അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ തന്നെ. ആ ശുശ്രൂഷയാണ് സഭ യുഗയുഗാന്തരങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതര മതസ്ഥർക്ക് മനസ്സിലാകാത്ത ഒരു സഭാ ശുശ്രൂഷയാണ് ദൈവരാജ്യ ശുശ്രൂഷ എന്നോർക്കണം. സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ കൂദാശ ജീവിതവും പ്രാർത്ഥനയും മാത്രം മതി എന്ന് വിചാരിക്കുന്നതും ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമാണ്. യേശുവിലായിരുന്നുകൊണ്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുമ്പോൾ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നു എന്ന സത്യമോർക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.